ലൊക്കേഷൻ കണ്ട്. അപ്പോൾ സാധനം എന്താണെന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നത്? വെരി 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 പറഞ്ഞു തരാം. ഇനി കേരളക്കാരൻ്റെ ദേശീയ ഭക്ഷണമായി കഴിഞ്ഞാൽ ഇത് പൊറാട്ടയും ബീഫ്. അത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. വരി വരി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് വേറൊന്നല്ല, മന്തിൻ്റെ ബേക്കിൽ തുരുതുരാ ഓടുന്ന ഞാൻ പെട്ടെന്നതിനോ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പം എന്ത് വന്നത്, നമ്മുടെ ഹോട്ടൽ കൊടുന്താളി എന്നുള്ള പൊറോട്ടൻ്റെ ബീഫിൻ്റെ സ്മെല്ല് അടിച്ച് എൻ്റെ മൂക്കിലേക്ക് കയറി. പിന്നെ ഞാൻ വണ്ടി അവിടെ നിർത്തി നേരെ ഹോട്ടൽ കൊടുന്താളിലേക്ക് കയറുകയും ചെയ്ത്. ഈ പൊറോട്ടയും ബീഫും ഞാൻ കഴിച്ചിട്ട് ഇപ്പോൾ ഒരു 5-8 വർഷം കഴിഞ്ഞാൽ പൊറോട്ടയും ബീഫും ഇവിടുന്ന് കഴിച്ചിട്ട്. കാരണം ഈ പൊറോട്ടയും ബീഫും ഞങ്ങൾ കുറേ കഴിച്ചിരിക്കുന്നു. ആടുന്ന് എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി ഞാനും നന്ദു പിന്നെ പേരറിയപ്പെടാത്ത വേറൊരു സുഹൃത്തും ഓനൊരു കുട്ടീനെ സെറ്റാകാൻ വേണ്ടിയിട്ട് എത്ര കഴിച്ചിക്ക് അറിയാം. ഓൻ്റെ അപ്പുറം പോയിട്ട് ഓൻ ഈ പൊറോട്ടയും ബീഫും ആടുന്ന് കഴിക്കുന്നവരാണ് ആ കുട്ടീനെ ഓന് വൈകുന്നേരം കാണാൻ പറ്റുക. അങ്ങനെയും അപ്പോൾ അതൊക്കെ അടക്കട്ടെ. അപ്പോൾ നമ്മൾ വന്നത് ഈ പൊറോട്ടയും ബീഫിനെയും പറ്റി പറയാനല്ലേ. പൊറാട്ടനെയും ബീഫിനെയും പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ വന്നത്, അപ്പോൾ പൊറാട്ടയും ബീഫിനെയും പറ്റി പറയുകയാണെങ്കിൽ കിടിലം പോലത്തെ പൊറാട്ടയാണ് മക്കളെ. അതുപോലെ തന്നെ വെച്ചടി കയറ്റത്തിലുള്ള ബീഫുമാണ്. കാരണം ഓരോ കഷ്ണം കഴിക്കുമ്പോഴും എനിക്കിങ്ങനെ അലിഞ്ഞ് പോവുകയാണ് മക്കളെ, ഒന്നും പറയാനില്ല. കോഴിക്കോട് ബാൽശ്ശേരി റൂട്ടിൽ 84 പെരുമ്പോലി ഇതിൻ്റെ നടുവിലായിട്ട് വരും നമ്മുടെ ഹോട്ടൽ കൊടുതാളി. അവിടെ നിന്ന് പോവുക, കഴിച്ചു നോക്കുക. പിന്നെ ഇത് കഴിച്ചപ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കിയത്, സ്വർഗം ഞാൻ കണ്ടുപോയി. ഇത്ര കാലത്തിന് ശേഷം പൊറാട്ടയും ബീഫും നല്ല കഴിക്കുന്നത്. എന്താ ചെയ്യലേ, നാട്ടിൽ വന്നാലല്ലേ നമുക്ക് ഇതിനൊക്കെ സമയം ഉണ്ടാവുള്ളൂ ചങ്ങായിമാരെ. അപ്പം നിങ്ങളെല്ലാവരും കൂടെ തന്നെ കൂടിക്കോളി. അപ്പം സൗണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് മക്കളെ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, കോഴിക്കോട് ബാൽശ്ശേരി റൂട്ട് പോവുകയാണെങ്കിൽ കൊടുന്താളി. അപ്പം വീണ്ടും സന്ധ്യയ്ക്ക് വരക്കും വണവണക്കം.